അങ്ങനെ നമ്മളെല്ലാവരും വളരെ എക്സ്പെക്റ്റേഷൻസോടുകൂടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ദ മച്ച് ഹൈപ്ഡ് ഫിലിം ആടുജീവിതം അഥവാ ഗോട്ട് ലൈഫ് ഇന്നലെ റിലീസായി. ഞാനിവിടെ ബാംഗ്ലൂരിൽ FDFS തന്നെയാണ് കണ്ടത്. പിന്നെ ഇതിൻ്റെ ഓഡിയൻസ് റിവ്യൂസും അല്ലാതെയുള്ള റിവ്യൂസൊക്കെ കാണുകയാണെങ്കിൽ ഒരു ഓവർനൈറ്റ് അവേഴ്സിൻ്റെ ഉള്ളിൽ വളരെ പോസിറ്റീവാണല്ലോ. പിന്നെ ഈ സിനിമ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ നോട്ട് ചെയ്യപ്പെടും, അങ്ങനെ ഒരു പൃഥ്വിയുടെ ആക്ടിങ് ഓസ്കാർ ലെവലിലുള്ളതാണ്, അങ്ങനെയൊക്കെ അങ്ങനെ ഓഡിയൻസ് റിവ്യൂ ഒക്കെ കണ്ടു. അത്രമാത്രം ഈ മൂവി ഈ ഹൈപ്പിനനുസരിച്ചുള്ള എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തു എന്നുള്ള എൻ്റെ ഒരു പേഴ്സണൽ അനാലിസിസാണ്. സത്യത്തിൽ ഞാൻ ഇതുപോലെ ഈ പ്രൊമോഷണൽ വീഡിയോസും നജീബിൻ്റെ ഈ ട്രൂ ലൈഫ് സ്റ്റോറിയും എല്ലാം കേട്ട്, പിന്നെ മാത്രമല്ല നമ്മൾ ബെന്യാമിൻ്റെ ആടുജീവിതം മോസ്റ്റ് ഓഫ് us have read അല്ലേ. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നമുക്കിങ്ങനെ ഈ മൂവി കാണാൻ പോയ ആ ഒരു മൂഡുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തിയേറ്ററിലിരുന്നപ്പോൾ ഓൺ സ്ക്രീനിൽ നജീബിനെയും പിന്നെ അപ്പോൾ ഡെസേർട്ടും എല്ലാം കാണുമ്പോൾ കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഹാഫിൽ അത് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനൊരു ഫീല് വന്നേയില്ല. നമ്മൾ നജീബ് ട്രാപ്ഡായിട്ട് ഈ മസാലയിൽ എത്തിപ്പെടുന്ന ഒരു സീനുണ്ട്. അത് വളരെ വെൽഫെഡായി നല്ല രീതിയിൽ ഇവിടുന്ന് പോയൊരു മനുഷ്യൻ അവിടെ ചെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ളൊരു സിനാരിയോയിലേക്ക് ഹി വാസ് ത്രോൺ ടു ഇറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുവരെയൊക്കെ നമുക്കൊരു ആൻസൈറ്റി ഉണ്ട്. അതിനുശേഷം നജീബിൻ്റെ ട്രാൻസ്ഫോർമേഷനാണ്. ഏതൊരു മനുഷ്യനായാലും ഇങ്ങനെ ഒരു സ്ഥലത്ത് ചെന്ന് ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ കൺസിഡർ ആവുന്നു, പിന്നെ അതെങ്ങനെ അവർ ലൈഫായിട്ട് മാറുന്നു, പിന്നെ ഒരു മൊത്തം ഹോപ്സ് പോകുന്നു, എല്ലാത്തിനോടും ഒരു വല്ലാതെ ന്യൂട്രലായിട്ടുള്ളൊരു വെറുപ്പെന്ന് പറയുന്നത് വളരെ ഒരു ഒന്നുമില്ലാത്ത അവസ്ഥ. നമ്മുടെ മുന്നിൽ ഒന്നുമില്ല, നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുമോ ഇല്ലേ, നമ്മുടെ ജീവിതം ഇവിടെ തന്നെ തീരുമോ, നമ്മൾ നമ്മുടെ ഫാമിലീനെ ബാക്ക് ഹോം കാണുമോ, നമ്മുടെ നാട്ടിലേക്ക് എത്തുമോ, ഇതൊന്നും അറിയില്ല. അപ്പോൾ ഈ ഇത് വളരെ യൂണിവേഴ്സലായിട്ട് അപ്പീലുള്ള ഒരു ഫിലിമാണ് ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫിസിക്കാലിറ്റിയിൽ നിൽക്കുന്ന പൃഥ്വിരാജ്, അതായത് ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനിൽ നിൽക്കുന്ന നജീബ് എന്ന് പറയുന്നത് വളരെ എവിഡൻ്റാണ്. അത് നമ്മളെ കണക്ട് ചെയ്യുന്നൊരു സംഭവമാണ്. നമുക്ക് ശരിക്കും ഇതിൻ്റെ ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു ആക്ടറിൻ്റെ വളരെയധികം നമ്മൾ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യും. കാരണം വെച്ചാൽ അത് നല്ല ഒരു എഫേർട്ട് അതിൻ്റെ പിന്നിലുണ്ട്. അതിൻ്റെ സ്ട്രഗിൾസ് എല്ലാം നമുക്കറിയാം. നമ്മൾ ഓൾറെഡി അത് വീഡിയോസിലിടയ്ക്ക് നമുക്ക് നന്നായിട്ട് അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്കതൊരു സിനിമയിലേക്ക് വരുമ്പോൾ നമുക്കതൊരു പുതിയ കാര്യമല്ല. അപ്പോൾ നമ്മൾ പിന്നെ നോക്കുന്നൊരു കാര്യം, ബ്ലെസ്സി എങ്ങനെ ഈ ഒരു സബ്ജക്റ്റ് ഡീൽ ചെയ്തു. നജീബിൻ്റെ ആടുജീവിതം സ്ക്രീനിൽ അതേപോലെ നമുക്ക് അത്രയ്ക്കും ടച്ചിങ് ആയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നുണ്ടോ. പിന്നെ രണ്ടാമത്തെ കാര്യം, നജീബായിട്ട് നിൽക്കുന്ന പൃഥ്വിരാജ് എത്രമാത്രം ഇമോഷണലി നമ്മളോട് കണക്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ബ്ലെസ്സിയിലേക്ക് വരാം. ബ്ലെസ്സി ഒരു 16 years ഓഫ് ബ്ലെസ്സിയുടെ ഡ്രീമാണ് ഈ പടം. അപ്പോൾ അതിനൊക്കെ വേണ്ടി കൊടുത്തിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ്, ഡെഡിക്കേഷൻ, അതുപോലെ തന്നെ പൃഥ്വി എടുത്തിട്ടുള്ള ട്രെമൻഡസ് ആയിട്ടുള്ള എഫേർട്ട്, ഇതിനെല്ലാം റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. ഇത് നമുക്ക് ഇഗ്നോർ ചെയ്യാനേ പറ്റില്ല ആടുജീവിതം കാണുമ്പോൾ. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതൊരു ഫിസിക്കാലിറ്റിയിൽ നിൽക്കുകയാണ് ഈ ക്യാരക്ടർ. എന്നുവെച്ചാൽ ഇതിൻ്റെ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനിലൊക്കെ പൃഥ്വിയുടെ അതാണ് നമ്മൾ ഓൺ സ്ക്രീനിൽ കൂടുതൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ ഒരു മെറ്റമോർഫസിസ് എന്ന് പറയുന്ന സംഭവം, അതായത് ഇങ്ങനെ ചെന്ന് വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യൻ ഒരു ബെറ്റർ പ്രോസ്പെക്ട്സിന് വേണ്ടി ലൈക്ക് എനി അതർ മലയാളി നമ്മൾ അവിടെ ചെല്ലുന്നു. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി ട്രാപ്ഡായിട്ട് ഒരു അറബി ശരിക്കും ഇയാളെ കടത്തി കൊണ്ടുവന്നു വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇയാളൊരു മസാലയിൽ എത്തിപ്പെടുന്നു. പിന്നെ ആ ഗോഡ് ഫാമിലി ഇയാളുടെ ജീവിതം എന്ന് പറയുന്നത് എന്താ പറയുക, വളരെ ഫിസിക്കലി വളരെ ടോർമെൻറ്റഡ് ആയിട്ടുള്ള ഒരവസ്ഥയാണ്. അപ്പോൾ അതെല്ലാം പിന്നെ ഈ അറബിയുടെ ഒരു വളരെ ക്രൂവൽ ആയിട്ടുള്ള ബിഹേവിയർ, ഈ വക സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് പ്രശ്നം ഇതൊക്കെ നമ്മൾ എക്സ്പെക്റ്റഡ് ആണ്, അതിൽ നമ്മൾ വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല.
നമ്മളാകെ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം ഞാനൊക്കെ എന്നെപ്പോലുള്ള ആളുകളൊക്കെ വളരെ ഡീപ്പായിട്ട് നോക്കുന്നൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ബ്ലെസ്സിയുടെ ഒരു നറേറ്റീവ് എങ്ങനെയാണ് ഒരു ആടുജീവിതം എന്ന ഫിലിമിനെ ഒരു ഹയർ സെൽഫിലേക്ക് കൊണ്ടുപോകുന്നതെന്നുള്ളതാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ അതൊരു പ്ലെയിൻ നറേറ്റീവാണെന്ന് പറയേണ്ടി വരും. വളരെ ഓർഡിനറി, ഒരു വളരെ സിമ്പിൾ, ടു മച്ച് സിമ്പിൾ നറേറ്റീവാണ്. അപ്പോൾ അതിൽ ഫിസിക്കൽ ടോർച്ചേഴ്സും ഫിസിക്കലി വരുന്ന ട്രാൻസ്ഫർമേഷൻ, ഇതാണ് കൂടുതൽ എംഫസിസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പൃഥ്വിയുടെ ആക്ടിങ് എങ്ങനെയാണെന്നൊരു ചോദ്യം വരാം. അത് പറയാൻ വളരെ സിമ്പിളാണ്. അതായത് പൃഥ്വി നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഇത്രയും ഹെപ്റ്റി ആയിട്ടുള്ള, ഇത്രയും മാഗ്നിറ്റ്യൂഡുള്ള ഒരു ക്യാരക്ടർ പൃഥ്വിയിലെ ആക്ടർ ചെയ്യാനായിട്ട് പൃഥ്വിയിലെ ആക്ടർ മെച്യൂറായോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഡീപ്പറായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇല്ലെന്ന് പറയേണ്ടി വരും. കാരണം ഇമോഷൻസ് നമ്മളെ മൂവ് ചെയ്യിക്കുന്നില്ല. ഞാനങ്ങനെ ഐ വോണ്ടഡ് ടു ക്രൈ. ഞാനിങ്ങനെ സത്യത്തിൽ സിനിമയൊക്കെ കണ്ട് കരയുന്ന ഒരാളാണ്. അപ്പോൾ സിനിമയ്ക്ക് വേണ്ടി ഒക്കെ അത്ര ഇമോഷൻസൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കങ്ങനെ ഒരു മൂവ്ഡായിട്ട് തോന്നിയില്ല. കാരണം അങ്ങനെ പലപ്പോഴും നമ്മൾ ഈ ഫസ്റ്റ് ഹാഫൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ കൂളായിട്ടിരുന്ന് കണ്ടൊരു അവസ്ഥയാണ്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ നമ്മൾ ആ സിനിമയിലേക്ക് വളരെയധികം എന്താ പറയുക, നമ്മൾ എൻ്റർ ചെയ്യുന്നുണ്ട് ആ ഫിലിമിലേക്ക്. അതങ്ങനെയാണ് തുടങ്ങുന്നത്. കാരണം ട്രാൻസ്ഫർമേഷൻ, ആ ഒരു ഫസ്റ്റ് ഫേസ് കഴിഞ്ഞിട്ടുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ കഴിഞ്ഞിട്ടുള്ള പൃഥ്വിനെയാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മളവിടെ തന്നെയാണ്, ഇപ്പോൾ ആ ഡെസേർട്ടിൽ തന്നെയാണ്. അപ്പോൾ അവിടെയും നമ്മൾ കോൺവെർസേഷൻസ് വരുമ്പോൾ, ഇപ്പോൾ പൃഥ്വിയുടെ കൂടെ അഭിനയിച്ച് മറ്റേ ഹക്കീം എന്ന് പറഞ്ഞ റോൾ ചെയ്ത ഗോകുലൊക്കെ കുറച്ചുകൂടി നാച്ചുറലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ പൃഥ്വിക്ക് പറ്റിയ സംഭവം എന്ന് പറഞ്ഞാൽ പൃഥ്വിക്ക് ഇതിൻ്റെ ഒരു സ്ട്രഗിൾ ഓൾറെഡി ഉണ്ട്. ഈ ക്യാരക്ടർ എടുത്തതിൻ്റെ ഒരു സ്ട്രഗിൾ ഉണ്ട്. അതിൻ്റെ കൂടെ അത് ആക്ടിങ്ങിൽ എവിഡൻ്റ് ആണ്. അതിൻ്റെ കൂടെ ഒരു ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും എന്തോ അതിൻ്റെ കുറച്ചുകൂടി എക്സ്ട്രാ എഡ്ജ് ഓഫ് ഇമോഷൻസ്, എക്സ്ട്രാ എഡ്ജ് ഓഫ് ഒരു മോഡുലേഷനൊക്കെ എന്താ പറയുക ഇതിൽ കൊടുത്തു, ഡബ്ബിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ആകുമ്പോഴാണ് ഇത് നമ്മളൊരു യൂണിവേഴ്സൽ ഓഡിയൻസിലേക്ക് എത്താത്ത രീതിയിലുള്ളൊരു ബാരിയർ അവിടെ വരുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ചൊരു ആർട്ടിഫിഷ്യലായിട്ട് അല്ലെങ്കിൽ ഡ്രമാറ്റിക്കായിട്ട് ഫീൽ ചെയ്യുന്നൊരവസ്ഥ. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ബ്ലെസ്സി ഇതിനെ വിഷ്വലൈസ് ചെയ്തത് ഒരു പ്ലെയിൻ നറേറ്റീവായിട്ടാണ്. അതിലൊരു ഡീപ്പർ ലെവലിലുള്ള ഒരു മെറ്റമോർഫോസിസ് സ്റ്റേജസ് ഒന്നും ബ്ലെസ്സി ഫോക്കസ് ചെയ്തിട്ടില്ല. അതാണ് ഈ സിനിമയിലെ ഏറ്റവും സ്കോപ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം. ഇതിലൊരു മനുഷ്യൻ്റെ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് അത് ഒരു ലൈഫിൽ നമ്മൾ അനുഭവിക്കുക എന്ന് പറയുന്നത് അത്ര ഒരു ചെറിയ കാര്യമല്ല. പക്ഷെ അത് നമുക്ക് ഫീൽ ചെയ്തില്ല. ഇൻറ്റേർണലി നമ്മൾ നജീബായിട്ട് കണക്ട് ചെയ്യുന്നില്ല. ഓരോരോ ഫേസസിൽ ഫിസിക്കൽ ഡോമിനൻസ് ആയിട്ട് ഇങ്ങനെ പോയി. പക്ഷെ എനിക്കിത് അവസാനമായപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്രയും അഭിനയിച്ച് പൃഥ്വി ഒരു മെച്യൂരിറ്റിയിൽ എത്തിയൊരു സീൻ എന്നൊക്കെ പറയുന്നത്, നമ്മൾ ഒരു നിർത്താതെ ഓടി എസ്കേപ്പ് റൂട്ട് ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് എത്തുന്ന സമയത്ത് ഒരു വണ്ടി പാസ് ചെയ്യുന്നൊരു ശബ്ദം, അപ്പോൾ നമ്മുടെ ഹാർട്ടും ബീറ്റാവും. നമ്മളും നജീബും മേർജ് ചെയ്യുന്ന ഒരു റെയർ മൂമെൻ്റാണ് സിനിമയിൽ. അതുവരെയൊന്നും നമ്മൾ അത്രയൊന്നും ഇടയ്ക്കിടയ്ക്കൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മളൊന്ന് ഷെയ്ക്കാവുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു എൻറ്റയർ സ്പെക്ട്രത്തിൽ ഈ സംഭവം ഒന്നും നമുക്ക് വരുന്നില്ല. പക്ഷേ ഇവിടം തൊട്ട് എനിക്ക് തോന്നുന്നു പൃഥ്വി ഇങ്ങനെ അഭിനയിച്ച് ഇതിൽ വളരെ മെച്യൂർഡായി. ഇവിടെ തൊട്ട് നമുക്ക് പൃഥ്വിനെ ഫീൽ ചെയ്യാൻ തുടങ്ങും. ഈ ഒരു നജീബ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ. പക്ഷേ ഇതൊരു 5 minute സീക്വൻസേ ഉള്ളൂ കേട്ടോ. അതിന് ശേഷം അവിടെയാണ് ഈ ക്യാരക്ടർ നിൽക്കുന്നത് ഇൻ ടേംസ് ഓഫ് ഒരു ഡീപ്പർ സ്കിൻ ഡീപ്പ് ആക്ടിങ് എന്ന് പറഞ്ഞ ഒരു ലെവലിൽ. അപ്പോൾ നന്നായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. എഫേർട്ടിനെ നമ്മൾ ഒരിക്കലും ഇല്ല എന്ന് പറയില്ല. പക്ഷേ നമ്മൾ ശരിക്കും ഇതിൻ്റെ ഒരു ആക്ടിങ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇതിൻ്റെയൊക്കെ ഒരു എഫേർട്ട്ലെസ് ആയിട്ട് വരേണ്ടതല്ലേ എന്ന് തോന്നിപ്പിക്കും നമുക്ക് ഇതിലൊരു ക്യാരക്ടർ നജീബ് ആയിട്ട് പൃഥ്വി വരുമ്പോൾ. പല ഫേസസിലും നമുക്കത് തോന്നുന്നുണ്ട്. പിന്നെ ബ്ലെസ്സി, എനിക്കറിയില്ല ബ്ലെസ്സിനെ കുറച്ചും കൂടിയും ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ബ്ലെസ്സിക്ക് കിട്ടിയൊരു ഹൈപ്പ് സത്യത്തിൽ കുറച്ച് ഒരു ഓവറല്ലേ എന്നൊരു സംശയമില്ല അതില്ല. ബ്ലെസ്സി നല്ലൊരു ഡയറക്ടറാണ്, അതിൽ നമ്മൾ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഇത്രയേറെ ഹൈപ്പ് വേണമോ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്ലെസ്സിയുടെ ഏറ്റവും വലിയൊരു ട്രേറ്റ് എന്ന് പറയുന്നത് ഇമോഷണലി കണക്ട് ചെയ്യുന്നതാണല്ലോ.
അത് ഈ സിനിമയിൽ എന്തുകൊണ്ട് മിസ്സായി? ഇത്രയേറെ ഇമോഷണലി കണക്ട് ചെയ്യേണ്ട, ഈവൻ ഒരു യൂണിവേഴ്സൽ അപ്പീലിൽ പോലും കണക്ട് ചെയ്യപ്പെടേണ്ട ഒരു ക്യാരക്ടറിലേക്ക് അത് എങ്ങനെ വരാതിരുന്നു, അല്ലെങ്കിൽ അതെങ്ങനെ മിസ്സായി എന്നുള്ളതൊരു ഭയങ്കര ഒരു ട്രാജിക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൽ ഫസ്റ്റ് ഹാഫിലൊരു ഒരു സിനിമ ഒരു ഷോർട്ട് ഒരു സോങ് ഉണ്ട് ഇവരുടെ ഹണിമൂണൊക്കെ ചെയ്യുന്നത്. അത് ഈ സിനിമേനെ ഭയങ്കര ഈ ക്യാരക്ടറുമായിട്ട്, നജീബ് എന്ന് പറഞ്ഞൊരു സാധാരണ മനുഷ്യൻ്റെ നമുക്കൊരു സ്വപ്നം കാണുന്നതിനൊരു പരിധിയില്ലെന്ന് പറഞ്ഞ പോലെ ഭയങ്കര ഡിസസോസിയേറ്റ് ചെയ്യുന്ന ഒരു സോങ്ങാണത്. എന്നുവെച്ചാൽ അത് കണക്ട് ചെയ്യാണ് വേണ്ടത് ക്യാരക്ടേഴ്സിനെ. കാരണം അവിടെയാണ് നമ്മൾ സൈനുവിനെ കാണുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ സൈനുവിനെ കാണുന്നത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ മാത്രമാണല്ലോ. അപ്പോൾ ഈ ഒരു ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് കണക്ടിവിറ്റിക്ക്. പക്ഷെ അത് വളരെ ഓവർലി സിനിമാറ്റിക് എന്ന് പറയേണ്ടി വരും. പിന്നെ ഡെസേർട്ട് ഷോട്ട് പറയുകയാണെങ്കിൽ ഡെസേർട്ടിൽ പറ്റാവുന്ന, ഇപ്പോൾ എസ്പെഷ്യലി എസ്കേപ്പ് റൂട്ടിൽ പറ്റാവുന്ന നല്ല ഫ്രെയിംസ് എല്ലാം എടുത്തിട്ടുണ്ട്. സാൻഡ് സ്റ്റോം ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ. പക്ഷേ ഇതൊരു എക്സ്ട്രാ ഓർഡിനറി ഫ്രെയിംസ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സിനിമാറ്റോഗ്രാഫർ ഇതിൽ സുനിൽ നന്നായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു സ്കെയിലപ്പ് ചെയ്ത് സംസാരിക്കും. ഇത് ഇൻ്റർനാഷണൽ ഓഡിയൻസ് എന്നുള്ള ലെവലിൽ അത് പോവോ, അതിലേക്ക് എത്തുന്നതാണോ ഈ ഫ്രെയിംസ് എന്ന് ചോദിച്ചാൽ അവിടെ ഇത് അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വഴിയില്ല. ഓക്കെ. പിന്നെ നമ്മൾ ഉത്താമ എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ ഒരു 2 വർഷം മുന്നേ കണ്ടിട്ട് എന്നെ എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന ഒരു പടമാണ്. അതിൻ്റെ ഉള്ളിൽ ഡെസേർട്ട് ഫ്രെയിംസൊക്കെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ, ഈവൻ വെതർ ചേഞ്ച് അടക്കം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, മനുഷ്യരുടെ ഫീലിങ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതൊരു ആ സിനിമയിലെ ഫ്രെയിംസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിത് കമ്പയർ ചെയ്യാൻ പോയാൽ കുറച്ചൊരു ഓക്കെ നല്ല ഫ്രെയിംസാണ്, പക്ഷേ ആ ഒരു സ്റ്റാൻസിൽ നിൽക്കുന്നു എന്ന് തന്നെയേ പറയാനുള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എ ആർ റഹ്മാൻ, എന്താ പറയുക, ഓസ്കാർ വിന്നർ എ ആർ റഹ്മാനിലേക്ക് പോയി. റസൂൽ പൂക്കുട്ടിയുണ്ട് ബാക്കിൽ. അപ്പോൾ എ ആറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നല്ലതാണ്. പാട്ടുകൾ എനിക്ക് അത്ര വലിയ ഒപ്പീനിയൻ ഇല്ല. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം വന്നത് എന്താ വെച്ചാൽ ഇത് എവിടെയോ കേട്ട ഒരു ട്യൂണല്ലേ എന്ന് നമുക്ക് തോന്നുന്ന ഒരു സ്കോറുകളാണെല്ലാം. എനിക്ക് റിഫ്രഷിംഗ് ആയിട്ട് എ ആർ റഹ്മാൻ്റെ മ്യൂസിക് ഇതിലൊന്നും തോന്നിയില്ല. ഇറ്റ്സ് എ വെരി ഓർഡിനറി വർക്ക് ഫ്രം എ ആർ എന്ന് പറയേണ്ടി വരും. പിന്നെ റസൂലിൻ്റെ ഈ സൗണ്ട് ഡിസൈൻ എന്ന് പറഞ്ഞാൽ അതെനിക്ക് അറിയില്ല. അത് ഞാൻ ടെക്നിക്കലി അത്ര ഇതല്ലാത്തതുകൊണ്ട് എന്തോ എനിക്കത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റിയില്ല. സിനിമയുടെ ഇങ്ങനെ ഭയങ്കര ഒരു ഡിസ്റ്റിങ്ക്റ്റിൽ നിൽക്കുന്ന പോലെ എനിക്കങ്ങനെ തോന്നിയില്ല. മേ ബി സിനിമയുടെ ഡിസൈനുമായിട്ട് മോജ് ചെയ്ത് പോയതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള എലിമെൻറ്റ്സ്. പിന്നെ ഇതിലധികം ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഇതിൽ ബാക്കി അഭിനയിച്ചവരൊക്കെ അപ്പോൾ ഗോകുലൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ നാച്ചുറലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇമ്പാക്റ്റ് എന്ന് പറയില്ല, നമ്മളിങ്ങനെ ഭയങ്കര ഹെവി നമുക്ക് ഒരു ഹ്യൂമൻ ഇമ്പാക്റ്റ് ഉണ്ടല്ലോ ഇത്തരം ഒരു ടെറൈനിൽ ഷൂട്ട് നടക്കുന്ന ഇത്രയേറെ സ്ട്രഗിളിലൂടെ ഒരാളെ നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യണമല്ലോ. അങ്ങനെ എനിക്കൊരു ക്യാരക്ടറും എന്നെ ഫീൽ ചെയ്യിപ്പിച്ചിട്ടില്ല ഈ സിനിമയിൽ. അപ്പോൾ അതുതന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയത്. പക്ഷേ ഈ സിനിമ നജീബിൻ്റെ അതായത് റിയൽ ലൈഫും ഏതാണ്ട് ഒരേ രീതിയിലാണ് അല്ലേ, അങ്ങനെ മേർജ് ചെയ്യുന്നൊരു സ്പെഷ്യൽ സോണിലാണ് ഈ സിനിമ നിൽക്കുന്നത്, ആടുജീവിതം. അപ്പോൾ അതിൽ ഈ ക്യാരക്ടർ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്തില്ല. നജീബിൻ്റെ ഒരു ഇൻറ്റേർണൽ ഒരു വേൾഡ് നമുക്ക്, അല്ലെങ്കിൽ അത്ര ഒരു ഫിലോസഫിക്കൽ സൈഡ് ഓഫ് ഇറ്റ്, ഫിലോസഫി പറയണമെന്നല്ല നമ്മൾ പറയട്ടെ, അത് സ്ക്രീനിൽ വരും തീർച്ചയായിട്ടും. അത് ഇമോട്ട് ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു ഫീലിംഗ് അതാണ്. അതൊരു കുറച്ചും കൂടി ഒരു ഡീപ്പർ അനാലിസിസും ലെവലൊക്കെയാണ്. അവിടേക്കൊന്നും സിനിമ പോയിട്ടില്ല, സിനിമ പോകുന്നേയില്ല. സിനിമ അതിൻ്റെ ഒരു ഓർഡിനറി ഇങ്ങനെ ആ ഒരു ഫിസിക്കൽ ഒരു ജേണി കൂടെ ഇങ്ങനെ പോവാണ്. ഫിസിക്കാലിറ്റിയിൽ തന്നെയാണ് പ്രതി അധികം നിൽക്കുന്നത് ഈ സിനിമയിൽ. ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനാണ് ഹൈലൈറ്റ്. അപ്പോൾ അത് എനിക്കൊരു വലിയ ഡ്രോബാക്കും ഒരു വിഷമമായിട്ട് തോന്നി ഈ സിനിമയെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ സ്പേസിലേക്ക് ആടുജീവിതം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിനിമയുടെ ഫേറ്റ് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് കുഡ് ബി. പക്ഷേ ഒരുപാട് സിനിമകൾ കാണുന്ന ഒരാളെന്ന നിലയ്ക്ക്
അങ്ങനെ ഒരു ലേയേഴ്സ് ഓഫ് ഒരു ഇതുണ്ടല്ലോ, അങ്ങനെ ഈ സിനിമയിൽ ഒരു കണ്ടോ, അങ്ങനെ ഒരു ലേയേഴ്സ് ഓഫ് ഒരു പിക്ചറൈസേഷൻ കണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതുകൊണ്ട് ഇൻ്റർനാഷണൽ ഓഡിയൻസ് ഇത് കണക്ട് ചെയ്യുമോ എന്ന് എനിക്കങ്ങനെ തോന്നുന്നില്ല കണ്ടിട്ട്. അതൊരു എക്സ്പെക്റ്റഡ് ഒരു സംഭവമായിരുന്നു, പക്ഷേ എന്തോ അത് ഞാൻ ഈ സിനിമയിൽ കണ്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെയാണ് ബാക്കിയുള്ള എല്ലാ ടെക്നീഷ്യൻ അങ്ങനത്തെ സൈഡും ഇതും കാര്യങ്ങളൊക്കെ ഒരു വൈഡർ എന്താ പറയുക, ഒരു ബ്രോഡർ പെർസ്പെക്റ്റീവിൽ ഇതെല്ലാം ഓക്കെയാണ്, ഇതെല്ലാം നല്ല രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷേ എന്താണ് ആടുജീവിതം എന്ന് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നത് എന്നുള്ളൊരു സംഭവം എന്ന് പറയുന്നത്, ഇപ്പോൾ ഡെസേർട്ടിലെ ഫ്രെയിംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുള്ള മലയാള സിനിമയിൽ ഇതുവരെ വരാത്ത ഒരു കോണ്ടെക്സ്റ്റാണ്, അല്ലെങ്കിൽ ഒരു തീമാണ്. അതിൻ്റെ പിക്ചറൈസേഷനും എല്ലാം അങ്ങനെയാണ്. അതൊരു ബ്രോഡ് പെർസ്പെക്റ്റീവിൽ നിൽക്കുന്നൊരു സംഭവമാണ്. അല്ലാതെ നമ്മൾ വളരെ ഇൻഡിവിജ്വലി എടുത്ത് ഈ സിനിമ യുണീക്കാക്കി, ഈ സിനിമ നമ്മളുടെ നാട്ടിൽ നിന്ന് പോകുന്ന ഒരു ഇൻ്റർനാഷണൽ സ്പേസിലേക്ക് എലിവേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സംഭവമായിട്ട് നമ്മൾ ഇത് വളരെയധികം പ്രൊമോട്ട് ചെയ്യപ്പെട്ട ഒരു സംഭവമാണല്ലോ. അതിൻ്റെ പ്രൊമോഷണൽ വീഡിയോസിലൊക്കെ നമുക്ക് കിട്ടിയൊരു ഫീലിംഗ് അതായിരുന്നു. അവർ പറയുന്ന സ്ട്രഗിൾസ്, എസ്പെഷ്യലി പ്രതി ഇലാബറേറ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ശരിയാണ്. അതെല്ലാം നമുക്ക്, അതിൻ്റെ സ്ട്രഗിൾസ് എല്ലാം നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് സിനിമയിൽ. പക്ഷേ ബിയോണ്ട് ഈ ഒരു ഗ്ലാമറസ് ഇതിൻ്റെ ഒരു സർഫേസിന് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ സിനിമ നിൽക്കുന്ന പൊസിഷൻ അത്ര ഇൻ്റർനാഷണൽ അല്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അപ്പോൾ ഞാനതൊന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അത് എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. അപ്പോൾ ആടുജീവിതം ഇങ്ങനെ, അപ്പോൾ നമ്മൾ ഇത്രയും കാലം എക്സ്പെക്റ്റ് ചെയ്ത് നിന്നൊരു സിനിമ ആയതുകൊണ്ട് ഇതെനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഇത്ര കാലം എക്സ്പെക്റ്റ് ചെയ്ത് നമ്മളിരുന്ന ഒരു സിനിമ ആയതുകൊണ്ട്, നമ്മൾ ഇത്രയും കാലം എക്സ്പെക്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തൊക്കെ ഇരുന്നൊരു സിനിമയാണല്ലോ. ആ ഒരു ഹൈപ്പ് ആടുജീവിതം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ആം ലിറ്റിൽ ബിറ്റ് ഡിസപ്പോയിൻറ്റഡ്. എനിക്ക് ആ ഒരു ഫീല് കിട്ടിയില്ല. അപ്പോൾ ഇതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടത് ഇതൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ. താങ്ക് യു.